പത്രാസുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ തലസ്ഥാന നഗരത്തിൻ്റെ ഓടകളിലൂടെ ഒരു മനുഷ്യൻ 1 കിലോമീറ്ററോളം ഒഴുകി ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ട് അഴുക്കുവെള്ളത്തിൽ അവസാന ശ്വാസം വലിച്ചു. 46 മണിക്കൂറുകൾക്കിപ്പുറം ഒരു കനാലിൽ 42 വയസ്സുള്ള ജോയി മരിച്ചു കിടക്കുന്നു. വേറെ എന്തെങ്കിലും നിവൃത്തിയുണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ 1500 രൂപയ്ക്ക് ഒരോട വൃത്തിയാക്കാൻ ഇറങ്ങുമോ? അയാൾക്ക് തുണയായി കൂടെയുള്ള ഒരേ ഒരാൾ അമ്മയാണ്. എന്തൊക്കെ ഉറപ്പ് കൊടുത്തിട്ടായിരിക്കും ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്? മരുന്നും പലവ്യഞ്ജനങ്ങളും മാത്രമല്ല, ഒരു ജീവിതവും ആ അമ്മയ്ക്ക് അയാൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ടാകും. സമൂഹത്തിൻ്റെ പൊങ്ങച്ചങ്ങളിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ അടുത്തൊന്നും ഈ മനുഷ്യരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, മരണത്തിൽ പോലും ആ മനുഷ്യനോട് നീതി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ്റെ മൃതദേഹം പോലും നമ്മൾ കണ്ടെടുക്കുന്നത് 3-ാമത്തെ ദിവസമാണ്. ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതാകുന്നത്. ആ തോട് കടന്നു പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ 200 മീറ്റർ നീളമുള്ള റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെയാണ്. അതിനകത്തേക്ക് ഒരാൾക്ക് എളുപ്പം കയറി ചെല്ലാൻ പോലും സാധിക്കില്ല. സാധാരണഗതിയിൽ ആ ടണൽ വൃത്തിയാക്കുന്നത് പുറത്തേക്ക് തുറക്കുന്ന 2 ഭാഗത്തെയും മാലിന്യങ്ങൾ നീക്കി ഒരു ഭാഗത്തു നിന്ന് ശക്തമായി വെള്ളമൊഴുക്കിയിട്ടാണ്. ആ രീതി പരിചയമില്ലാത്തവരെയാണ് ഇത്തവണ ജോലിക്ക് കൊണ്ടുവന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ടണലിനുള്ളിലേക്ക് ഒഴുകിപ്പോയ ജോയിയെ പിന്നെ ആരും കണ്ടില്ല. വിവരമറിഞ്ഞ ഉടനെ അഗ്നിശമന സേന തിരച്ചിലിനിറങ്ങി. ഈ നഗരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരും യാതൊരു ബോധവുമില്ലാതെ വലിച്ചെറിഞ്ഞ വൃത്തികേടുകൾക്കിടയിലേക്ക് സർവ്വ സർക്കാർ സന്നാഹങ്ങളും ഇറങ്ങുകയാണ്. ജോയിയുടെ മൃതദേഹം ഒഴുകിപ്പോയതായി കരുതിയ വഴിയിലൂടെയെല്ലാം അഗ്നിശമന സേനയും NDRFും ഒക്കെ സഞ്ചരിച്ചു. സ്കൂബ ടീം മുതൽ റോബോട്ട് വരെ ചളിയിലിറങ്ങി. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും കോരി പുറത്തിട്ടു. ഒരു മനുഷ്യൻ മരിച്ചു തീരേണ്ടി വന്നു നിങ്ങൾക്ക് ഈ ഓടയിലേക്ക് ഇറങ്ങാൻ. ഉത്തരവാദിത്തപ്പെട്ട സകല സംവിധാനങ്ങളും 3 ദിവസത്തോളം ഈ ചളിയിൽ വീണ് നാറേണ്ടി വന്നു ഒടുവിൽ ആ മനുഷ്യൻ്റെ ജീവനില്ലാത്ത ശരീരം കിട്ടാൻ. ജോയിയെ എത്ര തിരഞ്ഞിട്ടും കാണാതായപ്പോൾ നമ്മുടെ സംവിധാനം മുഴുവൻ അസ്വസ്ഥമായി തുടങ്ങിയിരുന്നു. എന്താണ് ഇനിയും ഈ മനുഷ്യനെ കാണാത്തത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നു. അരികുവൽക്കരിക്കപ്പെട്ട ഈ മനുഷ്യരുടെ ജീവിതം നമ്മൾ ഒരിക്കലും തിരഞ്ഞു പോയിട്ടില്ല. ജീവിക്കാൻ കഴിയാതെ അയാൾ സകല കഷ്ടപ്പാടും അനുഭവിക്കുമ്പോൾ ഈ സംവിധാനങ്ങൾ അയാളെ തേടി ചെന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഒടുവിൽ മരിച്ചു കഴിഞ്ഞാണ് നമ്മൾ അയാളെ പരതി ഇറങ്ങുന്നത്. എളുപ്പമൊന്നും ഈ മനുഷ്യരെയും അവരുടെ ജീവിതത്തെയും കണ്ടുകിട്ടില്ല.